നമസ്കാരം. KMC വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശ്രീനാരായണ ഗുരുദേവന്റെ 97ാമത് മഹാസമാധി ദിനം വിവിധയിടങ്ങളിൽ സമുചിതമായി ആചരിച്ചു. SNDP ശാഖായോഗങ്ങളുടെ നേതൃത്വത്തിൽ അന്നദാനവും മഹാസമാധി സമൂഹ പ്രാർത്ഥനയും മൗനജാഥയും. ആലപ്പുഴ പുന്നമട നെഹ്റു ട്രോഫി പാലം നിർമ്മാണം തുടങ്ങി. സ്വപ്ന പദ്ധതി മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്ത നിർമ്മാണങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി. അർത്തുങ്കൽ തീരത്ത് നിർമ്മിച്ച ശുചിമുറികൾ ഉപയോഗശൂന്യമായി കാട് പിടിച്ചു തുടങ്ങി. ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെലവായത് 13 ലക്ഷം. ഉദ്ഘാടനം കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ പൂട്ടിയിടുകയായിരുന്നു. ആരോട് പറയാം? വാർത്തകളിലേക്ക് വിശദമായി. ശ്രീനാരായണ ഗുരുദേവന്റെ 97ാമത് മഹാസമാധി ദിനം വിവിധയിടങ്ങളിൽ സമുചിതമായി ആചരിച്ചു. ചേർത്തല താലൂക്ക് മഹാസമാധി ദിനാചരണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാസമാധി ദിനാചരണത്തോടനുബന്ധിച്ച് നടത്തിയ സമ്മേളനം മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കേരളീയ നവോത്ഥാനത്തെ മുന്നിൽ നയിച്ച, മാനവികതയെ എല്ലാത്തിനും മുകളിൽ പ്രതിഷ്ഠിച്ച മഹാനായ മനുഷ്യനായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. ഇപ്പോഴും നമുക്ക് പറയുമ്പോൾ നമുക്ക് അത്ഭുതങ്ങൾ കൊണ്ട് നമ്മുടെ കണ്ണുകൾ വിടരും. ഇങ്ങനെയൊരു മനുഷ്യൻ ജീവിച്ചിരുന്നോ എന്നൊരു അത്ഭുതമാണ് നമ്മളുടെ എല്ലാം ഉള്ളിലുണ്ടാവുക. സമൂഹം വല്ലാത്ത ബുദ്ധിമുട്ടുകളിലും പ്രതിസന്ധികളിലും പെട്ടുനിന്ന ഒരു കാലത്ത് ഇരുളടഞ്ഞ ഇടങ്ങളിൽ പാർക്കേണ്ടത് അനിവാര്യമായി വന്ന ഒരു ജനതയെ വെളിച്ചത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവന്നതിൽ ശ്രീനാരായണ ഗുരുദേവൻ വഹിച്ച പങ്ക് ചെറുതല്ല എന്ന് നമുക്കറിയാം. അതാണ് നമ്മയെല്ലാം ഇത്തരം എല്ലാ സമ്മേളനങ്ങളിലും എത്തിക്കുന്നത്, ഒന്നിപ്പിക്കുന്നത്. നാം ഇരിക്കുന്ന ഈ വിദ്യാലയം പോലും ഗുരുദേവൻ നൽകിയ സംഭാവനയാണ്. പതിറ്റാണ്ടുകൾക്കപ്പുറത്ത് നിന്ന് ഈ നാട്ടിലൊരു ആശ്രമം പണിയുന്നതിന് വേണ്ടി തണ്ണീർമുക്കത്തുകാരൻ കൊച്ചയ്യപ്പൻ ദാനം നൽകിയ മണ്ണാണ്. വിദ്യാലയത്തിൻ്റെ ആവശ്യകതയുമായി തന്നെ വന്ന് സമീപിച്ചവർക്ക് മുമ്പാകെ യാതൊരു വിധമായ ആലോചനകളും നടത്തേണ്ടതുണ്ടെന്ന് പറയാതെ ഗുരുദേവൻ സംഭാവന ചെയ്തത്. വിദ്യാലയത്തിൻ്റെ പ്രാധാന്യത്തെ അദ്ദേഹം അത്രമേൽ പ്രത്യേകതയോടുകൂടി തന്നെ കണ്ടു. അതുകൊണ്ട് ചേർത്തലയിൽ ഇത്തരത്തിലൊരു നമുക്കൊരു വിദ്യാഭ്യാസ സ്ഥാപനമുണ്ടായി. എല്ലായിടങ്ങളിലേക്കും ശ്രീനാരായണ ചിന്തകൾ പ്രവഹിച്ചപ്പോഴാണ് കേരളം നവോത്ഥാനത്തിൻ്റെ രീതിയെ, നവോത്ഥാനത്തെ തന്നെയും സ്വീകരിച്ചത്. നമുക്കിന്ന് വർത്തമാനകാലം ഒരുപാട് പ്രയാസങ്ങളെ വീണ്ടും അഭിമുഖീകരിക്കുന്ന കാലമാണ്. മാനവികതയ്ക്ക് മങ്ങലേൽക്കുന്നു എന്ന് വെറുതെ പറയുന്ന കാര്യമല്ല. ജാതി, മതം എന്നെല്ലാമുള്ള ചിന്തകൾ സമൂഹത്തിൽ കൂടുതലായി ഉയർന്നു പൊന്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. ഓരോരുത്തരും അവരവരുടെ മതത്തിൻ്റെ വക്താക്കളാവുകയും അംബാസഡർമാരാവുകയും ചെയ്ത് മതത്തിൻ്റെ അംബാസഡർമാരെ കൊണ്ട് നിറയുന്ന ഒരു കാലഘട്ടം. രാഷ്ട്രീയ നയത്തിൻ്റെ രംഗത്തേക്ക് പോലും മതത്തിൻ്റെ അംബാസഡർമാർ കടന്നു കയറുകയും മതത്തിൻ്റെയും ജാതിയുടെയും അംബാസഡർമാരാണ് ഏറ്റവും പ്രമുഖർ എന്ന് വരികയും ചെയ്യുന്നിടത്ത് ഏതു മാനവികതയാണ് ഉയർന്നു നിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ഒരു നൂറ്റാണ്ടപ്പുറത്ത് നിന്ന് കേരളത്തിൻ്റെ മുന്നിൽ മതങ്ങൾക്കെല്ലാം അതീതമായൊരു മനുഷ്യത്വത്തെയും മാനവികതയും പ്രതിഷ്ഠിച്ച മഹാഗുരുവിൻ്റെ നാടിൻ്റെ മണ്ണിലാണ് നമുക്ക് മതത്തിൻ്റെ ആധുനിക അംബാസഡർമാരെ കണ്ട് പൊള്ളേണ്ടുന്ന അവസ്ഥയുണ്ടാവുന്നത്. അവർക്ക് പ്രാമുഖ്യവും പിന്തുണയും ഏറുന്നു എന്ന് പറഞ്ഞാൽ ഗുരുദേവ ചിന്തകളെ നമ്മൾ അകറ്റി നിർത്തുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പൊതുസമ്മേളനത്തിൽ ദിനാചരണ കമ്മിറ്റി ചെയർമാൻ CK വിജയഘോഷ് ചാരങ്കാട്ട് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ T. ലേജുമോൾ സ്വാഗതം പറഞ്ഞു. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഫൽ മുഖ്യപ്രഭാഷണം നടത്തി. ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ, വൈസ് ചെയർമാൻ TS അജയകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് മഹാസമാധി സമൂഹ പ്രാർത്ഥനയും മൗനജാഥയും നടന്നു. മഹാസമാധി ദിനാചരണത്തോടനുബന്ധിച്ച് കളവങ്കോടം ക്ഷേത്രത്തിൽ നിന്നുമാണ് ദീപശിഖ റിലേ പ്രയാണം ആരംഭിച്ചത്. വിവിധയിടങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി സമ്മേളന നഗറായ ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി. രാവിലെ ക്ഷേത്ര മൈതാനിയിൽ നടന്ന സമ്മേളനത്തിൽ ദിനാചരണ കമ്മിറ്റി ചെയർമാൻ CK വിജയഘോഷ് ചാരങ്കാട്ട് അധ്യക്ഷത വഹിച്ചു. വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ചടങ്ങാണ്. സാഹചര്യങ്ങളുടെ മാറി വന്ന സാഹചര്യത്തിൽ കുറേ കുറവുകൾ ഇതിന് വന്നിട്ടുണ്ട്. അത് ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഏൽക്കുകയാണ്.
നമ്മുടെ കൊറോണ വന്നു കഴിഞ്ഞതോടുകൂടി നമ്മുടെ ഈ പരിപാടികൾക്ക് കുറേ മാറ്റം വരുത്തേണ്ടി വന്നു. ഇപ്പോഴും ഒരു മുടങ്ങാതെ ഇത് നടത്തുന്നുണ്ട്, നടക്കും. എന്ത് സംഭവിച്ചാലും ആരൊക്കെ പോയാലും ആരൊക്കെ ഇല്ലാതെ ആയാലും ഗുരുദേവൻ്റെ സമാധി ദിനാചരണം ഈ 3 കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് നടത്തിയിരിക്കും. ഇത് സഹകരിച്ച എല്ലാവരോടും, പ്രത്യേകിച്ച് കളവങ്കോടൻ ദേവസ്വനോടും സ്കൂളിനോടും താലൂക്ക് മഹാസമര കമ്മിറ്റിയുടെ സംഘമായ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് സമ്മേളനത്തിന് ശേഷം ശ്രീനാരായണ ഗുരുദേവൻ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ കളവങ്കോടം ക്ഷേത്രത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് CK ഷാജി മോഹനിൽ നിന്ന് ദിനാചരണ കമ്മിറ്റി ചെയർമാൻ CK വിജയഘോഷ് ചാരങ്കാട്ട് ദീപശിഖ ഏറ്റുവാങ്ങി സ്കൂൾ പ്രിൻസിപ്പൽ ലേജുമോൾക്ക് കൈമാറി. തുടർന്ന് വിദ്യാർത്ഥികൾ ഏറ്റുവാങ്ങിയതോടെ ദീപശിഖ റിലേയ്ക്ക് തുടക്കമായി. വിവിധയിടങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി സമ്മേളന നഗരായ ചേർത്തല ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി. തുടർന്ന് പൊതുസമ്മേളനവും തുടങ്ങി. പൂച്ചാക്ക ശ്രീകണ്ഠേശ്വരം SNDP 544 നമ്പർ ശാഖയുടെയും SNDS യോഗത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മഹാസമാധി ദിനം ആചരിച്ചു. ഗുരുപൂജയോടെയായിരുന്നു തുടക്കം. യൂത്ത് മൂവ്മെന്റ്, വനിതാ സംഘം, ഗുരുധർമ്മ പ്രചരണ സഭ എന്നീ പോഷക സംഘടനകളുടെ സഹകരണത്തോടെയാണ് ശ്രീനാരായണ ഗുരുദേവന്റെ 97ാമത് സമാധി ആചരിച്ചത്. ഗുരുപൂജ, പ്രഭാഷണം, സമൂഹ പ്രാർത്ഥന, മൗനജാഥ, ഗുരുഭാഗവത പാരായണം, മഹാസമാധി പൂജ തുടങ്ങിയവ നടന്നു. ചെയർമാൻ KL അശോകൻ നേതൃത്വം നൽകി. ചേർത്തല കളവങ്കോടം ക്ഷേത്രത്തിൽ ദൈവദശക ഫലകം സ്ഥാപിച്ചു. അഡ്വക്കേറ്റ് CK രാജേന്ദ്രൻ മണക്കാടാണ് ഫലകം ക്ഷേത്രത്തിന് സമർപ്പിച്ചത്. ക്ഷേത്രത്തിൽ ഗുരുദേവ ക്ഷേത്രത്തിനോട് ചേർന്നാണ് ദൈവദശക ഫലകം സ്ഥാപിച്ചത്. ക്ഷേത്രം പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ഷാജി മോഹൻ ഫലകം അനാച്ഛാദനം ചെയ്തു. ശ്രീനാരായണ ഗുരുദേവന്റെ 97ാമത് മഹാസമാധിയാരണം ഇന്ന് ലോകമെമ്പാടും ആചരിക്കുകയാണ്. ഗുരുദേവ ദർശനത്തിൻ്റെയും ചിന്തകളുടെയും പ്രസക്തി ഈ കാലത്തെ ഏറ്റവും പ്രസക്തമായ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ലോകരാജ്യങ്ങളെല്ലാം തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി ദിനം ആചരിക്കാനുള്ള അവസരമുണ്ടായത്. അതുകൊണ്ടാണ് ഗുരുവിൻ്റെ സന്ദേശങ്ങൾ എത്താത്ത സ്ഥലത്താണ് ഇപ്പോഴും ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിലുള്ള സംഘർഷങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ നടക്കുന്നത്. നമ്മുടെ ഈ ക്ഷേത്രത്തിൽ തന്നെയാണ് ഈ സമാധി ദിനാചരണത്തോടനുബന്ധിച്ച് ദൈവദശകം സംസ്ഥാന അടിസ്ഥാനത്തിൽ മാത്രമല്ല ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ ദൈവദശകം പ്രാർത്ഥനാ ഗീതമായി എടുക്കണം എന്ന് തന്നെയാണ് ശ്രീനാരായണീയരെല്ലാം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ തന്നെ ഒരു ശ്രീനാരായണീയ ഭക്തൻ അഡ്വക്കേറ്റ് CK രാജേന്ദ്രൻ അദ്ദേഹം ദൈവദശകം മാർബിൾ ആലേഖനം ചെയ്ത് ഈ ദിവസം നമ്മുടെ ക്ഷേത്രത്തിൽ സമർപ്പിക്കുകയുണ്ടായി. അതിൻ്റെ പ്രസക്തിയുടെ കാലം കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഈ സന്ദേശം എല്ലാവരിലും എത്തണം എന്ന ആഗ്രഹത്തിൽ അത് നഷ്ടപ്പെടാതെ എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന വിധത്തിൽ ഗുരുമന്ദിരത്തിന് സമീപം തന്നെ ആലേഖനം ചെയ്ത് അവിടെ സമർപ്പിച്ചിരിക്കുക. വൈസ് പ്രസിഡന്റ് KS രാജേന്ദ്ര പ്രസാദ്, സെക്രട്ടറി VV ശാന്തകുമാർ, ഖജാൻജി NB സുരേഷ് നെല്ലേടൻ, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. വൈക്കം SNDP യൂണിയന്റെയും യൂണിയന് കീഴിലുള്ള 54 ശാഖായോഗങ്ങളുടെയും നേതൃത്വത്തിലും മഹാസമാധി ദിനം ആചരിച്ചു. വൈക്കം പടിഞ്ഞാറനടയിലെ ടൗൺ ഗുരുമന്ദിരത്തിൽ യൂണിയൻ പ്രസിഡന്റ് PV ബിനീഷ് പ്ലാത്താനത്ത് സമാധി ദീപം തെളിച്ചതോടെ മഹാസമാധി ചടങ്ങുകൾക്ക് തുടക്കമായി. തുടർന്ന് ഗുരുപൂജ, ഭജന, ഉപവാസം, ശാന്തിയാത്ര എന്നിവ നടന്നു. വിവിധ ശാഖകളിൽ നിന്ന് നിരനിരയായി എത്തിയ ഭക്തർ പടിഞ്ഞാറെ നടയിലെ ഗുരുമണ്ഡപത്തിൽ പ്രദർശനം വെച്ച് പുഷ്പാർച്ചന നടത്തിയാണ് മടങ്ങിയത്. 54 ശാഖായോഗ മന്ദിരങ്ങളിലും ഗുരുദേവന്റെ ഛായാചിത്രം അലങ്കരിച്ച് ദീപം തെളിച്ചു. ഭജന, ഉപവാസം, പുഷ്പാർച്ചന എന്നിവ നടന്നു. SNDP യോഗം കൗൺസിലർ PT മന്മഥൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ദിവസം എന്ന് പറയുന്നത് ആരും സമാധി ദിനമായിട്ട് ആചരിക്കാറില്ല, സമാധി ദിനമായിട്ട് കാണാറുമില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ദേഹവിയോഗ ദിനം മഹാസമാധി ദിനമായിട്ട് ആചരിക്കുകയും അതിന് മഹാസമാധി എന്ന് പറയുകയും ചെയ്യുന്നത് എന്ന് ചിന്തിക്കുമ്പോഴാണ്
ഒരു ആത്മീയ ആചാര്യന്റെ ദർശനത്തിന്റെ പൂർണ്ണത എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്കാവുക. അപ്പോൾ ആ രൂപത്തിൽ ഗുരുവിനെ പഠിക്കാനും ചിന്തിക്കാനുമുള്ള വലിയ ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ്. നമുക്കറിയാം 1928 കന്നിമാസം 5-ാം തീയതിയാണ് മഹാഗുരു അവിടുത്തെ 73 സംവത്സര കാലത്തെ ജീവിതം ഈ ലോകത്തിന്റെ മുമ്പിൽ പര്യവസാനിപ്പിക്കുന്നത്. വൈക്കം യൂണിയൻ പ്രസിഡന്റ് പി വി ബിനേഷ്, സെക്രട്ടറി എം പി സെൻ, പി പി സന്തോഷ്, പി വി വിവേക് തുടങ്ങിയവർ നേതൃത്വം നൽകി. നെഹ്റു ട്രോഫി ജലമേളയ്ക്ക് 1 കോടി രൂപ നൽകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. വയനാട് ദുരന്തം പരിഗണിച്ചാണ് ഓണാഘോഷം ഉൾപ്പെടെയുള്ള സർക്കാർ പരിപാടികൾ മാറ്റിവെച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് വള്ളംകളി നീട്ടിവെച്ചതെന്നും മന്ത്രി ആലപ്പുഴയിൽ പറഞ്ഞു. വയനാട് ചൂരൽമല ദുരന്തം പരിഗണിച്ച് ഓണാഘോഷം ഉൾപ്പെടെയുള്ള സർക്കാർ പരിപാടികൾ മാറ്റിവെച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നീട്ടിവെച്ചതെന്നും എന്നാൽ സർക്കാർ തന്നെ ഇടപെട്ട് പൂർവാധികം ഭംഗിയായി വള്ളംകളി സംഘടിപ്പിക്കുകയാണെന്നും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇതിനുള്ള എല്ലാ പശ്ചാത്തല സൗകര്യങ്ങളും ഒരുക്കി വരികയാണ്. ആലപ്പുഴ കളക്ട്രേറ്റിൽ വിളിച്ചു ചേർത്ത നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. വള്ളംകളി ആലപ്പുഴക്കാരുടെ മാത്രമല്ല, ആകെ കേരളത്തിന്റെ വികാരമാണ്. അത് വളരെ ഭംഗിയായി നടത്താൻ ടൂറിസം വകുപ്പ് 1 കോടി രൂപ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് എം പി, MLA-മാരായ പി പി ചിത്തരഞ്ജൻ, എച്ച് സലാം, നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ്മ, ജില്ലാ പോലീസ് മേധാവി എം പി മോഹനചന്ദ്രൻ, സബ് കളക്ടർ സമീർ കിഷൻ, മുൻ MLA-മാരായ സി കെ സദാശിവൻ, കെ കെ ഷാജു തുടങ്ങിയവരും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തു. കെ സി വേണുഗോപാൽ എം പി ഓൺലൈനായി ചർച്ചയിൽ പങ്കെടുത്തു. പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്ത നിർമ്മാണങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. പുന്നമട നെഹ്റു ട്രോഫി പാലം നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നേരിട്ട് ഇടപെടുമെന്നും മന്ത്രി. പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുന്നമട നെഹ്റു ട്രോഫി പാലം നിർമ്മാണം സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കാൻ നേരിട്ട് ഇടപെടുമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ ടൂറിസം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ സഞ്ചാരികൾ കേരളത്തിൻ്റെ പുറത്തു നിന്നും കേരളത്തിൻ്റെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും ഇവിടേക്ക് വരുവാൻ കാരണമായി മാറുന്ന ഒരു പ്രധാനപ്പെട്ട ടൂറിസം ഇവന്റ് കൂടിയായിട്ടാണ് വള്ളംകളിയെ കാണുന്നത്. ആലപ്പുഴയിലെ ജനങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് വള്ളംകളിയും വള്ളംകളിയുടെ ആവേശ അനുഭവങ്ങളും. ടൂറിസം വകുപ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി എന്നുള്ള നിലയിൽ വള്ളംകളിയുടെ വിജയകരമായ പൂർത്തീകരണത്തിന് എല്ലാ പിന്തുണയും നൽകി മുന്നോട്ട് പോകാൻ ടൂറിസം വകുപ്പ് കൂടെ ഉണ്ടാകും എന്നുള്ളത് പ്രത്യേകം ഇവിടെ ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുക. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ആ വികസന പ്രവർത്തനങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾക്ക് പരിപൂർണ പിന്തുണ നൽകി ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് ഈ ആലപ്പുഴയിലെ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്നുള്ളത് പ്രത്യേകം ചൂണ്ടിക്കാട്ടാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല. നമുക്ക് ഇനി ഇതിൻ്റെ ഉദ്ഘാടനം ഒരു ആഘോഷമായി നടത്തുന്ന ഘട്ടത്തിൽ വീണ്ടും ഒന്നിക്കാം എന്നുള്ളത് പ്രത്യേകം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. 5 വർഷത്തിനുള്ളിൽ 100 പാലങ്ങൾ നിർമ്മിക്കും എന്നതായിരുന്നു ഈ സർക്കാർ അധികാരത്തിലേറിയപ്പോൾ ലക്ഷ്യം വെച്ചത്. എന്നാൽ 3.25 വർഷം കൊണ്ട് തന്നെ 100 പാലങ്ങൾ എന്ന ലക്ഷ്യത്തിലെത്താൻ സാധിച്ചതായും മന്ത്രി കൂട്ടിച്ചേർത്തു. നാടിനെ വികസനത്തിലേക്ക് നയിക്കുന്നവയാണ് പാലങ്ങൾ. അവ സമയബന്ധിതമായി പൂർത്തിയാക്കാനായി എല്ലാ മാസവും പ്രത്യേകം യോഗം ചേർന്നുകൊണ്ടാണിത് സാധ്യമായത്. ഭരണാനുമതി ലഭിച്ചവയ്ക്ക് സാങ്കേതിക അനുമതി ലഭിക്കാനും സാങ്കേതിക അനുമതിയായവ ടെൻഡർ നടപടികളിലേക്ക് കടക്കാനും പ്രവൃത്തി ആരംഭിച്ചവ സമയബന്ധിതമായി പണി പൂർത്തിയാക്കാനും പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയതായും മന്ത്രി പറഞ്ഞു. ആലപ്പുഴയുടെ ആവേശമായ നെഹ്റു ട്രോഫി വള്ളംകളി വിജയകരമായി നടത്താൻ ടൂറിസം വകുപ്പിന്റെ എല്ലാവിധ സഹകരണവും ഉണ്ടാകും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്ന വള്ളംകളി ടൂറിസം വകുപ്പിന്റെ പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണെന്നും മന്ത്രി പറഞ്ഞു. പുന്നമട ജെട്ടിക്ക് സമീപം നടന്ന ചടങ്ങിൽ പി പി ചിത്തരഞ്ജൻ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ അധ്യക്ഷ കെ കെ ജയമ്മ, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ MR പ്രേം, കൗൺസിലർമാരായ G ശ്രീലേഖ, സൗമ്യ രാജ്, മുൻ MP TJ ആഞ്ചലോസ്, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് R നാസർ, കിഫ്ബി പ്രോജക്ട് ഡയറക്ടർ M അശോക് കുമാർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിജോ തോമസ് മാത്യു, ടീം ലീഡർ PR മഞ്ജുഷ, മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു. ചടങ്ങിൽ KC വേണുഗോപാൽ MPയുടെ സന്ദേശം വായിച്ചു. അർത്തുങ്കൽ കടൽ തീരത്ത് വിശ്രമിക്കാനെത്തുന്നവർക്കായി ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിൽ നിർമ്മിച്ച ശുചിമുറികൾ നശിച്ചു തുടങ്ങി.
ഉദ്ഘാടനം കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ പൂട്ടിയ ശുചിമുറികളാണ് 2.5 വർഷമായി ഉപയോഗിക്കപ്പെടാതെ നശിക്കുന്നത്. ഇതിനായി ചെലവഴിച്ചത് ലക്ഷങ്ങൾ. ആരോട് പറയാൻ? വാർത്താ പരമ്പര തുടരുന്നു. $13 ലക്ഷം രൂപയോളം മുടക്കിയാണ് ചേർത്തല തെക്ക് പഞ്ചായത്ത് അർത്തുങ്കൽ തീരത്തിന് വടക്ക് ഭാഗത്തായി ശുചിമുറികൾ നിർമ്മിച്ചത്. 2.5 വർഷം മുമ്പ് ഉദ്ഘാടനം നടത്തി കുടുംബശ്രീ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ പ്രവർത്തനവും തുടങ്ങിയെങ്കിലും കൃത്യമായ പരിപാലനം ഇല്ലാതെ വന്നതോടെയാണ് ശുചിമുറികൾ പൂട്ടിയത്. പഞ്ചായത്ത് മുൻപ് നിർമ്മിച്ച 6 ശുചിമുറികളും ഇതിനു സമീപം ഉപയോഗശൂന്യമായി നശിക്കുമ്പോഴാണ് വീണ്ടും അവയ്ക്ക് സമീപത്ത് ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടി ശുചിമുറി നിർമ്മിച്ചത്. പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തണമെന്ന ആവശ്യം ഉയരുന്നുണ്ടെങ്കിലും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ആവശ്യമായ നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആരോപണവും ശക്തമാണ്. ഒഴിവു ദിവസങ്ങളിലും ഞായറാഴ്ചകളിലും അർത്തുങ്കൽ കടൽ തീരത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. എന്നാൽ തീരത്ത് എത്തുന്നവർക്ക് ശുചിമുറിയിൽ പോകാൻ മറ്റു മാർഗമില്ലാത്തത് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. അങ്ങനെ ഇവിടെയും നശിക്കുന്നു ലക്ഷങ്ങൾ. ആരോട് പറയാൻ? പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശ്രീനാരായണ ഗുരുദേവന്റെ 97ാമത് മഹാസമാധി ദിനം വിവിധയിടങ്ങളിൽ സമുചിതമായി ആചരിച്ചു. SNDP ശാഖായോഗങ്ങളുടെ നേതൃത്വത്തിൽ അന്നദാനവും മഹാസമാധി സമൂഹ പ്രാർത്ഥനയും മൗനജാഥയും. ആലപ്പുഴ പുന്നമട നെഹ്റു ട്രോഫി പാലം നിർമ്മാണം തുടങ്ങി. സ്വപ്ന പദ്ധതി മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്ത നിർമ്മാണങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി. അർത്തുങ്കൽ തീരത്ത് നിർമ്മിച്ച ശുചിമുറികൾ ഉപയോഗശൂന്യമായി കാട് പിടിച്ചു തുടങ്ങി. ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെലവായത് 13 ലക്ഷം. ഉദ്ഘാടനം കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ പൂട്ടിയിടുകയായിരുന്നു. ആരോട് പറയാൻ? ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.